സന്തോഷമാണോ? ഇത്ര ദിവസം ഒന്നല്ലേ? അപ്സര അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഈ സുമതിയോളം എന്ന ചിത്രത്തിൽ ഗോപിക നായികയായിട്ട് വരുന്നുണ്ട്. സത്യമായിട്ട് നമുക്ക് ഫോണ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ട ശേഷമേ നമുക്ക് ഫോണ് കൈ തരത്തുള്ളൂ. ഫോണ് കൈ കിട്ടി 3 മാസത്തിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഒരു അരമണിക്കൂർ ഹാങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആദ്യമായിട്ട് കൈ കിട്ടുമ്പോൾ ഇത് എൻ്റെ നമ്പർ ലോക്ക് വരെ ഞാൻ മറന്നുപോയി. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴാണ് അത് ഓപ്പൺ ആയത്. പിന്നെ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അത് പറയും എങ്ങനെ മനസ്സിലാവും അറിയത്തില്ല. അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈം കിട്ടില്ല. ആദ്യം ഫോൺ കിട്ടാൻ വീട്ടുകാരെ വിളിക്കുക, വരാൻ പറയുക. പിന്നെ അവരുടെ കുറേ സങ്കടം, നമ്മൾ എത്ര ധൈര്യത്തോടെ ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ സങ്കടം കേൾക്കാം. പറയാം, ഞാനായിരുന്നു എൻ്റെ സാധ്യത. പക്ഷേ ഇന്നപ്പം നമ്മൾ സാധ്യതകൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് മനസ്സിലായി. എനിക്കറിയില്ല, നിങ്ങളല്ലേ പറയാനോ. ഞാൻ ഉപയോഗപ്പെടുത്തി അതെങ്ങനെ ഉണ്ടായിരുന്നു പറയേണ്ടത്. ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ നന്നാന്ന് ശരിക്കും അപ്സര ജെന്യുവനായിട്ടുള്ള മത്സരാർത്ഥികളാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്തുകൊണ്ടാണ് നേരത്തെ എവിക്റ്റായി പോയത് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത് ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു, എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് വെച്ചാൽ നിങ്ങളല്ലേ പറഞ്ഞത്. എനിക്കറിയില്ല. കാരണം എനിക്ക് അതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഔട്ടായത് എനിക്കറിയില്ല. എന്ത് തന്നെയാലും എനിക്ക് ഔട്ടായതിൽ വിഷമം ഉണ്ടായിരുന്നു, നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ തമാശയ്ക്കൊക്കെ എപ്പോഴും പറയുമായിരുന്നു, ഔട്ടാവുകയാണെങ്കിൽ അവിടെ കരഞ്ഞ് മെഴുകിയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഔട്ടായെന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാല്യൂ തരുന്നുണ്ടല്ലേ. അതായത് ഹൗസിലുള്ളവരെ പോലും കരുതുന്നില്ല അപ്സര. എനിക്ക് അല്ല, ഞാൻ പറയുന്നത് നമുക്ക് ലാസ്റ്റ് കപ്പ് മേടിക്കണം. ലാസ്റ്റ് 100 ദിവസം ഫിനിഷ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്കറിയാം, വോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സാധാരണ എന്തായാലും എനിക്ക് ഒരു ഉറപ്പുണ്ട്. ഇപ്പം നിങ്ങൾ വന്നതിന് അടിസ്ഥാനത്തിലും ഇപ്പം നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലല്ലെങ്കിൽ ഇത് ജെന്യുവനായിട്ട് കണ്ട ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുന്നൊരു വിശ്വാസമുണ്ട്. എനിക്കറിയില്ല, എനിക്കങ്ങനെ പാളിച്ച പറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ഞാനായിട്ട് തന്നെയാണ് ഇത്രയും ദിവസവും നിന്നത്. അങ്ങനെ തന്നെ നിന്ന് മാക്സിമം, അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. ആദ്യം എനിക്ക് അവസരങ്ങൾ കിട്ടിയപ്പോൾ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാവരും പറഞ്ഞത്. എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് അപ്പോഴാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു. പിന്നെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കുന്നത്, നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടെ അഭിപ്രായങ്ങൾ വരും, താല്പര്യങ്ങൾ വരും. ഞാൻ ഈ 75 ദിവസം വരെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടിയ അവസരങ്ങൾ എൻ്റെ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. കപ്പ് കിട്ടിയതിലുപരി ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ. എൻ്റെ കുറേ പ്രശ്നങ്ങൾ ഞാൻ എന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് മീഡിയാസിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ഏറ്റവും കൂടുതൽ ബുള്ളിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് ഞാൻ, സൈബർ ബുള്ളിങ്ങും കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ എന്താണെന്ന് ഞാൻ ഓരോ ഇൻ്റർവ്യൂസിലും വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഞാൻ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ കുറേ സർവൈവ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പരിധി വരെ എനിക്കിപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അതിജീവിച്ചെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആദ്യം അതിനെ കണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സമയത്തും എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും. ഞാനൊരു ആക്ട്രസ് അല്ലേ, ഞാനൊരു കലാകാരിയല്ല. അപ്പം അതല്ലേ ഏറ്റവും വലുത്. കിട്ടിയ പ്ലാറ്റ്ഫോം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഉപയോഗപ്പെടുത്തി, എനിക്ക് അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ആൾക്കാരുടെ കയ്യിലാണ്. പിന്നെ വോട്ടിനും കാര്യങ്ങളുടെ മാനദണ്ഡമൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും 77 ദിവസം ഞാൻ അവിടെ നിന്നു. 77 ദിവസം എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ജെന്യുവനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ആ ആൾക്കാരുടെ സ്നേഹം എന്നും ഉണ്ടാവുമെന്ന് വിശ്വാസമുണ്ട്. എനിക്കറിയാം, അതാ പറയാം, ഞാനും കൺഫ്യൂഷനാണ് എന്താ പറ്റിയതല്ല. കാരണം നിങ്ങളും പറയുന്നു ഞാൻ ബെസ്റ്റാണെന്ന്, ഓഡിയൻസും പറയുന്നു ബെസ്റ്റാണെന്ന്, കണ്ടസ്റ്റൻറ്റും പറയുന്നു ബെസ്റ്റാണെന്ന്. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതിന് എന്ത് പറ്റി എനിക്കറിയില്ല. നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളെ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയും? എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യും എന്തുകൊണ്ട് അപ്സര പുറത്തായിരുന്നു. എനിക്കറിയില്ല ചേട്ടാ, സത്യമായിട്ടും ഓണസ്റ്റായിട്ട് ഞാൻ പറയാം. ഞാൻ അതിനകത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് ആകെ കൂടി അവിടെ ഞാൻ കേൾക്കുന്ന ശബ്ദം ലാലേട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും മാത്രമാണ്. വേറെ ആരും വെച്ച് ഒരു കോൺടാക്റ്റും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ നല്ല മത്സരാർത്ഥി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്ത് വന്നതെന്ന്. പക്ഷെ നിങ്ങളും പറയുന്നു
ഓഡിയൻസും പറയുന്നു, വീട്ടുകാരും പറയുന്നു, എല്ലാവരും പറയുന്നു നല്ല മത്സരാർത്ഥിയാണ്. എന്തുകൊണ്ട് അപ്സര പുറത്തു പോയി? അപ്പോൾ നിങ്ങളാണത് ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് അപ്സര പുറത്തു പോയി. ഞാൻ പറയാം അതിനെക്കുറിച്ച്. എനിക്ക് ഒരു നെഗറ്റീവില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ. താങ്ക് യു സോ മച്ച്. സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷമല്ലേ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു ഇതുപോലെ സത്യത്തെ കൈവരിക്കുന്നുണ്ട്. എനിക്കറിയില്ല, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്ര നേരം വന്ന് വെയിറ്റ് ചെയ്തതിന്. ശരിക്കും അപ്സര ടോപ്പ് 5 വരേണ്ട ഒരു മത്സരാർത്ഥിയാണല്ലോ. മുമ്പേ വിക്റ്റ് ചെയ്യാൻ തോന്നിയോ? എനിക്കറിയില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കിവിടെ വന്നിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞു, ഇപ്പോഴേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിൻ്റെ ഞെട്ടലിലാണ്. ആദ്യമായിട്ട് പിന്നെ ഓരോരുത്തരുടെ ശബ്ദം കേൾക്കുമ്പോഴും ക്യാമറേസൊക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ദിവസത്തെ ശേഷം കാണുമല്ലേ. ആദ്യമായിട്ട് ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം, ഉറപ്പായിട്ട് പറയാം. കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ, കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. നിങ്ങളുടെ വിശേഷങ്ങളും എനിക്ക് അറിയണം, കാരണം ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഇനി കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. കുറേ ഉണ്ട് വിശേഷം, അതാണ് കുറേ പറയാനുണ്ട്. ഇപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഒരുപാട് വിശേഷമുണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് നമ്മുടെ അർജുനാണ്. അപ്പം അർജുനെ കുറിച്ച് 2 വാക്ക് പറയാം. അർജുനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അർജുൻ എനിക്കതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളാണ്. അർജുനോടുള്ള ഇത് അപ്പം എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ട ആളും പിണങ്ങിയ ആളൊക്കെ അർജുനായിരിക്കും. എനിക്ക് ഒരു ഇഷ്ടം കൂടുതലുകൊണ്ടാണ്, ഒരു സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പം അർജുൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടാണ്. ആ സൗഹൃദം ഇഷ്ടമൊക്കെ പുറത്ത് വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതെന്താ അറിയോ, തുടക്കത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ചുരുങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി വിസിബിൾ ആവുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമേ എല്ലാവരുമായിട്ടും ആ ഒരു ഞാൻ എന്നും എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ അല്ല, ഒരുമിച്ചുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അവിടെ യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ. ഞാൻ എല്ലാവരോടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എവിക്ഷനായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോർഡ് എടുത്തപ്പോ പെട്ടെന്നൊരു ഞെട്ടൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് പോലും അക്ഷരയാണ് ഔട്ടായെന്നുള്ളൊരു ചിന്ത വന്നിരുന്നു. അപ്പൊ അതൊരു നിങ്ങളല്ലേ അതിന് മറുപടി പറയേണ്ടത്, നിങ്ങളൊക്കെ അല്ലേ ഔട്ട് ചെയ്യുന്നത്. ഞാൻ അകത്തല്ലായിരുന്നു, എനിക്ക് എന്തറിയാം. അതെ, എനിക്ക് ബാക്കി എന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പറയാം കുറെ വിശേഷങ്ങളുണ്ട്. ഇപ്പൊ വിശദമായിട്ട് പറയും, ഒറ്റയടിക്ക് പറയാൻ പറ്റും. അതൊക്കെ പറയാം, സമയമുണ്ടല്ലോ. ഒറ്റ കാര്യം ഇറങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി. അപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തായിരുന്നു. ഇല്ല, എനിക്ക് കാണാം. അതെങ്കിലും സമ്മതിക്കണ്ടേ. ഈ ചെറിയ ചെറിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. ഒന്നിനെ കുറിച്ച് ഒരു പിടിയില്ല. അതേ ഫോണ് കിട്ടി, ഇന്നലെ രാത്രി എനിക്ക് കിട്ടുന്നത്. ഫോണ് കിട്ടുമ്പോൾ തൊട്ട് ആദ്യമായിട്ട് ഫോണ് വാങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ഫോണ് വാങ്ങുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ല. അതുപോലെയായിരുന്നു. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കണേ ഉള്ളൂ. എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം. എല്ലാത്തിനും പ്രതിവിധികളുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റന്റ് തന്നെയാണ്. പിച്ചിരി പറയാം, സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ട്. നമുക്ക് വിശദമായിട്ട് എല്ലാം പറയാം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെല്ലാവരും വന്നപ്പോൾ. നേരെ വെയിറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലാത്തവരോട് എനിക്ക് പരിഭവമൊന്നുമില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്ത് എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായില്ലേ. അപ്പോൾ എന്തായാലും പിന്തുണച്ചല്ലേ പറ്റൂ. അല്ല, എൻ്റെ ഫാമിലി മൊത്തം എനിക്കറിയാം. ഞാനവിടെ ഉറങ്ങാതിരുന്ന, അല്ലെങ്കിൽ ഞാനവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി എൻ്റെ ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് എന്ത് തന്നെയായാലും എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. അഖിൽമാരുടെ ആരോപണത്തെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല. അത് നമ്മളിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സത്യസന്ധമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. ഇതുവരെ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. പുറത്തത്തെ കളിയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അകത്തുള്ളവർ ഡിസേർവിംഗ് അല്ല എന്നല്ല, അകത്ത് ഇപ്പോഴും ഡിസേർവിംഗ് ആയിട്ടുള്ളവരുണ്ട്. ഇനിയും ഈ
വീണ്ടും ഡിസ്റ്ററിങ് ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനൊരു അപ്പില്ലാണ്ടായിരുന്നു. സോ അല്ല വേറൊന്നുമില്ല. റസ്മിയിൽ ഇറങ്ങിയ സമയത്താണെങ്കിലും ഇതേ ഞെട്ടല് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഞെട്ടി, സത്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതല്ലല്ലോ, നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഡ്രീമാണ്. അവിടെ നിന്ന് 25 പേരുടെയും ഡ്രീമാണ്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ലാന്ന്. ഇറങ്ങുന്ന ആൾക്കാരോട് നിങ്ങൾ നന്നായിട്ട് കളിച്ചു, അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങേണ്ട ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ അത്രയും എന്താ പറയാ, അതാണ് ഞങ്ങളുടെ സക്സസ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. അപ്സരയ്ക്ക് അങ്ങനെ തന്നെ. പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം വല്ല എവിക്ഷൻ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ നമ്മളെയൊക്കെ എന്തായാലും നല്ല കണ്ടസ്റ്റന്റിനെ ഏഷ്യാനെറ്റ് അവിടെ നിർത്താനല്ലേ നോക്കുള്ളൂ. അവർ പോലും വിചാരിച്ചില്ല. റസ്മിൻ പുറത്ത് വന്നിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ പുറത്ത് വന്നിട്ട് ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല. കാരണം എനിക്ക് കാണുമ്പോൾ നല്ല സങ്കടമായിരുന്നു. അവിടെ ഇവർ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാനപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയാം. അപ്പം ഞാൻ വേണ്ട ഇനി കണ്ടാൽ ശരിയാവില്ല, സങ്കടം വരും. അപ്പം അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. എവിക്ഷൻ എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത്, വേറെ ഒന്നും കണ്ടില്ല. എന്നെ കാണാൻ ഓടി വന്നില്ലേ? അല്ല, ഈ ബന്ധം എങ്ങനെയാ വന്നേ? അത് എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും പ്യുവർ സോളായിട്ട് തോന്നി, ഭയങ്കര ജെന്യൂനായിട്ട് തോന്നിയ ഒരാൾ റസ്മിനാണ്. ഭയങ്കര സത്യസന്ധയാണ്. അവള് കാണിച്ചൊക്കെ ഇപ്പം നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഭയങ്കര സത്യസന്ധ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കയ്യിൽ നിന്ന് പോയ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഭയങ്കര സത്യസന്ധമായ കുട്ടിയാണ്. റസ്മിനെ പറ്റിയുള്ള ഒരു പരാതി പറയുന്നത് റസ്മിനെ എല്ലാവരും മനസ്സറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്ന പറയുന്നത്. മനസ്സറിഞ്ഞ് അവരുടെ കൂടെ ആയി പോകുന്ന പറഞ്ഞ് റസ്മിൻ്റെതായ ഒരു രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ കേട്ടിരിക്കുമ്പോ എന്താ പറയാ, മറ്റുള്ളവരുടെ വിഷമങ്ങളും റസ്മിൻ മനസ്സിലാക്കുന്നു. അത് ചെറുതായിട്ട് അങ്ങനെ ആയിപ്പോയി. പക്ഷെ തിരിച്ച് ട്രാക്കിലേക്ക് വന്നതാണ്. അപ്പോഴേക്കും ജനങ്ങൾ നല്ല വ്യക്തി ആയതുകൊണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങളെ കൊണ്ടുപോവാണ്. താങ്ക് യു സോ മച്ച്. ഹലോ. നോക്ക്. ബൈക്ക് തരില്ലെന്ന് പറഞ്ഞുണ്ട്. അതിന് മുന്നേ ചോദിക്കണം, അല്ലാതെ കിട്ടില്ല. ഇങ്ങോട്ട് അങ്ങോട്ടോ 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 അങ്ങോട്ടോ. ആ ഓക്കെ, അവിടെ നിന്നാണ് ചേച്ചി. ഒരു മിനിറ്റ് ഒന്ന് ഇറക്കട്ടെ. ഒരു മിനിറ്റ് അമ്മേ മൈക്ക്. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ജീവിതം? ഇത് കൂടെ ഒന്ന് പിടിക്കാവോ?